ഗൈസ് ഈ വഴിയാണ് ഏറ്റവും വലിയൊരു ഹിഡൻ പ്ലേസിലോട്ട് കയറണം. അങ്ങാട്ടിന് കയറണം. അത് തന്നെ നല്ല ടൈം എടുക്കും. അവിടെ കയറുന്നതിന് മുന്നേ നമുക്ക് താഴെ ഇറങ്ങി എൻ്റെ കാറിൻ്റെ അവിടെ പോകണം. എന്നിട്ട് നമ്മൾ അതേണ്ട ഫ്രണ്ടിലൊരു സാധനമുണ്ട്, ഒരു അപ്പച്ചട്ടി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് അതിൻ്റെ താഴെ ഡാമിൻ്റെ അങ്ങോട്ടുള്ള പരിസരമുണ്ട്, അവിടെ ഫുള്ള് നോക്കണം. അതിനുശേഷം തിരിച്ച് കയറി വരണം, ഇവിടെ കയറണം. അപ്പം തന്നെ ഒരു 5% അങ്ങനെ ആവും. പിന്നെയാണ് ഫുള്ളുള്ളത്. സത്യം പറയില്ല, എനിക്ക് ഇപ്പോഴേ ആ ഒരു ഇത് കയറി കേട്ടോ മുത്തേ. സീരിയസ്ലി പറയാൻ എനിക്ക് ഇപ്പോഴേ ആ ഒരു എന്തിനു പറയണ സംഭവം ഇത് കിട്ടി. എടാ നടന്നൊക്കെ പോകാം. നമ്മൾ ആ കാറിന് ചിഹ്നത്തിൽ ഞെക്കിയാൽ പെട്ടെന്ന് എത്താൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ ഇതാക്കണില്ല, കാരണം വെച്ചാൽ നമുക്കൊരു റിയാലിറ്റി സംഭവമില്ല, റിയൽ സാധനം മനസ്സിലായി, റിയൽ ട്രിപ്പ് പോകണ വൈബുണ്ടല്ലോ. അതിനുവേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ കാറിൻ്റെ ചിഹ്നത്തിൽ ഞെക്കാനില്ല. ഒരിക്കലും ഞെക്കൂലെന്നൊന്നും അല്ല, എന്തെങ്കിലും ബഗ് വല്ലതും ആയാൽ നമ്മൾ ചിലപ്പോൾ ഞെക്കേണ്ടി വരും, അല്ലെ അത് അറിയാതെ ഞെക്കേണ്ടി വരും, ചിലപ്പോൾ അറിയാതെ ഓർക്കാതെ ഞെക്കിയാൽ ലൊട്ട പറയല്. അല്ലാത്ത പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ കാറിൻ്റെ ചിഹ്നത്തിൽ ഞെക്കി എന്തായാലും പോലെ നമുക്ക് തൽക്കാലം അങ്ങോട്ട് ഓടി തന്നെ പോകാം. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, കുറച്ച് ദൂരമുള്ള കേസ് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാം. ഓക്കെ ബ്രോ, മാഡ് ഔട്ട് കളിച്ചിട്ടുണ്ടോ? അവിടെ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ, പിന്നെ നമ്മളത് നിർത്തിയപ്പോടാ. ഇപ്പം നമ്മളതൊന്നും കളിക്കാറില്ല. ഇപ്പം നമ്മൾ ഒന്നാൻ്റെ CPM ബ്രോ, CPM. ഭാഗ്യതയുടെ ഗ്രാഫിക്സ് കുറഞ്ഞായിട്ട് കാണിക്കില്ല, പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഒരു ലൊട്ട അടിക്കണം. സത്യം പറയാമല്ലോ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബ്രോ അത് എമറാൾഡാ? എടാ കണ്ട് ഓഹോ എമറാൾഡ്, വെൽക്കം. അങ്ങോട്ട് വച്ച് പിടിക്കാം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും വലിയ ട്രിപ്പ്. മോദകം അങ്ങനെ തന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ചുമ്മാ തമാശ. ഹായ് ബ്രോ, ഞാൻ ജനുവരി എന്നാ. എടാ എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല മച്ചാനെ. വേഗം മച്ചാനെ, സത്യമായിട്ട് എനിക്ക് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മുത്തേ, സീരിയസ്ലി. ഹായ് ബ്രോ, ഞാൻ ജാനെന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജാനെന്നാ എന്തൊരു ജനുവരി എന്നാണ് എന്തോ, നമുക്ക് പുരിയല്ലേ മുത്തേ, നമുക്ക് പുരിയല്ലേ. എടാ ബസ്സിൽ നമ്മൾ കയറണില്ല കേട്ടോ, നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഇത് തന്നെ. എടാ ഞാൻ എൻ്റെ കാർ ലോക്കാക്കിയിട്ടൊന്നും നന്നായി, ഇല്ലെങ്കിൽ അതാരെങ്കിലും എടുത്ത് പാഞ്ഞിരുന്നേ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി, മനസ്സിലായില്ലേ? അതാണ് ഈ ട്രിപ്പിൽ ഒരു മൊണ്ടി അടിക്കാൻ പാടില്ല. ഇന്നലത്തെ ട്രിപ്പിൽ ചെറുതായിട്ട് മൊണ്ടി അടിച്ച്, അത് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് അതിൽ കാരണക്കാരാണ്, 1-2 ലൊട്ട പരിപാടി നടന്നുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളിത് മെയിനായിട്ട് ഏറ്റെടുത്ത് ചെയ്യണോണ്ട് ഓക്കെ സെറ്റാക്കാൻ. ഇനി ഓഹോ എടാ ഇതിൻ്റെ മോള് കണ്ട ഗൈസ്, ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ വന്ന് നിന്നത്, മനസ്സിലായില്ലേ ഗൈസ്? മറ്റേ ഗുണാക്കെ വന്ന് പറഞ്ഞില്ലേ മുത്തേ, ഇതിൻ്റെ മുകളിലാണ്. കണ്ട എന്ത് നൈസല്ലേ മച്ചാന്മാരെ. കണ്ടപ്പോൾ കണ്ടോണേ, ഞാൻ മുന്നോട്ട് പോയിട്ട് ഞാൻ ഇത് ഡ്രോൺ ഇട്ട് കാണിച്ചു തരാം. ഇത് ഞാനാണെന്ന് തോന്നുന്നു ഫസ്റ്റ്, നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിച്ച് ഞാനാണെന്ന് എനിക്ക് പോകണം, എനിക്ക് അറിഞ്ഞൂടാ. എടാ മൊത്തം ഞാൻ കയറില്ല, ഞാൻ കയറ്റിട്ട് നമ്മൾ കയറില്ല, നീ വന്നോ കൂടെ വന്നു വെച്ചാൽ അല്ലേ? അപ്പം എന്ത് പറയണേ കണ്ട ഗൈസ്, നമ്മൾ ഇവിടെയാണ് കുറച്ച് മുന്നേ 5-10 ഇല്ല, കുറച്ച് മുന്നേ വന്ന് നിന്നാ. കണ്ട ഗൈസ്, ആ സൂര്യരശ്മികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഗൈസ്? കണ്ട എടാ ലൊട്ട എൻ്റെ ഡ്രോൺ കുടുങ്ങി. ഓക്കെ സെറ്റ്. കണ്ട നൈസ് അല്ലേ? കൊള്ളാം എന്തായാലും. എടാ ഞാൻ അങ്ങോട്ട് പോട്ടെ, എൻ്റെ കാർ എവിടെ? എടുത്തിട്ട് അങ്ങോട്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് പോവാം. യോ മച്ചു, യോ മിന്നൽ വൈറ്റി, അവിടെ മോഡറേറ്റർ എത്തിയിട്ടുണ്ടേ. ഓക്കെ അങ്ങോട്ട് പോവാം. ടൈം എടുക്കും, പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും ടൈം എടുക്കാൻ നമ്മൾ എപ്പോഴാണെന്ന് അറിയാമോ ഗൈസ്? City 2 പോകുമ്പോഴാണ്. കാരണം വെച്ചാൽ അവിടെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ നമുക്ക് വഴി ഇതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. City 2 പോകുമ്പോഴത്തേക്ക് മെനക്കെടായിരിക്കും. സിറ്റി വരുമ്പോൾ ഞാൻ മിക്കവാറും പോകില്ല കേട്ടോ. സിറ്റി എൻ്റെ അടുത്ത് ലൊട്ട പറയില്ല, കാരണം വെച്ചാൽ നടന്ന് അങ്ങനെ വേണേൽ പോകാം, കാറൊന്നും എടുത്ത് പോകാനേ പറ്റില്ല, ഒടുക്കത്തെ പ്രശ്നമാണ്. അറിയാമല്ലോ ഞാൻ തരികയെ. അവിടെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകണം. നിങ്ങൾ ഒരാൾ കയറാനുണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ കാറ് കയറിയ മച്ചാൻ നീ കയറണുണ്ടാ? അതാ നീ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, എങ്കിൽ ഞാൻ ഇങ്ങനെ പോവാം. എടാ സ്ഥലമില്ല. എടാ നിങ്ങൾ വണ്ടി മാറ്റിയേ പറ്റൂ. ഓക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മാറ്റിയില്ല മച്ചാൻ, നല്ല കാര്യം. കീ മുത്ത ഇന്നൊരു ലോങ് ലൈവ് ആയിരിക്കും കേട്ടോ ഗൈസ്. ഉയ്യോ ഓർത്തില്ല. ഓർത്ത് നിൽക്കണ വണ്ടി പോലെ മച്ചാനെ. നിൽക്കടാ. അതിൻ്റെ മോളിൽ നമ്മൾ ചാടി നിൽക്കും. ഓക്കെ, നമ്മൾ എന്തായാലും താഴെ ഇറങ്ങാവുന്ന നിന്നാണ്, അതിൻ്റെ മോളിൽ നമ്മൾ ചാടി നിൽക്കും. അതുപോലെ നമ്മളിവിടെ നിന്ന് എന്തായാലും എൻ്റെ മുകളിൽ ചാടിക്കും. നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ടാണ്ട് ഇത്തിരി ഒരു ഡാമിലോട്ട് പോകണൊരു പാത്തുണ്ടല്ലോ, അങ്ങോട്ടൂടെ വരാൻ നിന്നതാണ്. ഇതാണ് ആ വഴിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും നോക്കട്ടെ. ഇത് തന്നെന്നാണ് തോന്നുന്നത്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീണില്ലേ? അപ്പോൾ അകത്തോട്ട് വഴിയുണ്ടല്ലേ ഇതിൻ്റെ. എടാ ഗൈസ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവനിങ് ഇട്ടാലൊന്നും വരൂല. എനിക്ക് ഡേ ആക്കിയോട്ടെ. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ ഗൈസ്, ഇപ്പോൾ കാണാമല്ല. അകത്തോട്ട് പാത്തുണ്ട് കേട്ടോ. ഈ നിഴലിലൊട്ട കാരണം എടുത്ത് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. കൊള്ളാമല്ലേ? അകത്തോട്ട് പാത്തുണ്ടാ. നമ്മൾ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും കണ്ടിട്ടില്ലാത്ത കുറേ ഉണ്ട് കേട്ടോ, സത്യം പറയാലേ. നിങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് പറഞ്ഞേ ഗൈസ്. അല്ലേ അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരിടം പോയി അവിടെ
വെയിറ്റാക്കി നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് സ്ഥലം പോകാനുള്ളതുകൊണ്ടേ. എന്തായാലും നോക്കാം. കാറവിടെ കിടന്നോട്ട്. ആക്സിഡൻ്റ് ആയി. ഇവിടെ ആക്സിഡൻ്റ് ഒന്നും അല്ല. ഞാൻ അവിടെ നിർത്താൻ നോക്കി പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് വീണുപോയി. ആക്സിഡൻറ്റ് അങ്ങനെയൊന്നും കുഴപ്പമില്ല മച്ചാ, അങ്ങനെയൊന്നും ആയില്ല. എനിക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഉയ്യോ ഇവിടെ ഉയ്യോ ഗായ്സ്, നമ്മളിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇപ്പുറത്ത് വന്ന് വീണല്ലേ. ഉയ്യോ അവിടെ കൂടെ പോകാൻ പറ്റുമോടാ? പോകാൻ പറ്റുമോ എന്തോ നോക്കട്ടെ. ഉയ്യോ പോലും അങ്ങനെയൊക്കെ പോകുന്നു വിചാരിച്ച മുത്തേ. ഇറ്റ്സ് മീ ബ്രോ, റെഡ് വർക്ക്സ് ബ്രോ. സീരിയസ് മുത്തേ പോണ പോലെ തോന്നും, പക്ഷെ പോകില്ല. കാരണം ഇറ്റ്സ് മീ ബ്രോ, റെഡ് വർക്ക്സ് ബ്രോ. പോയില്ല. ഞാനെന്താ പോവില്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തോന്നണേ, മനസ്സിലായില്ലേ? എടാ ഈ നിഴലിനെ ഞാൻ കാരണമല്ലേ ഈ നിഴൽ ലൊട്ട ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞത്. എൻ്റെ ലൊട്ട പറയല്ലേ, നമ്മൾ ഡേ ആണ് ഇട്ടേക്കണം. എന്നിട്ട് പോലും ഈ ലൊട്ട നിഴൽ കൂടുതലായിട്ട് പറഞ്ഞുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ ഇത്തിരി ഇരുട്ട് പോലെ കാണണം. അത് എന്നെ പറയല്ലേ. നമ്മൾ ഇതാണ്ട് ഇപ്പം അപ്പിന്നല്ല അപ്പച്ചട്ടീനെ താഴെയാണ് നിൽക്കണം. കണ്ട എടാ ഇവിടെ കാരൊക്കെ ഇത് പോണ്ടല്ല. ഓക്കെ ഇവാര് വെള്ളത്തിൽ നിന്ന് ചാടി വന്നാ? നീ ആര്? അക്വാമാനാടാ. ഇവിടെ താഴെ ഡാമിലെ വെള്ളമല്ലേ ഉള്ളു, ഇവ എവിടെ നിന്ന് ചാടി വന്ന്? എടാ അക്വാമാനെ എടാ മീനിൻ്റെ സുഹൃത്തല്ലേ അക്വാമാൻ. എടാ ഇവ എവിടെ നിന്ന് ചാടി വന്ന്? നീയൊക്കെ എവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ സീരിയസ്ലി എന്തായാലും കൊള്ളാം കേട്ടോ മച്ചാനെ, സീരിയസ്ലി കൊള്ളാം. നോക്കിയപ്പോൾ പൊന്തി വരണു. എവിടെ നിന്ന് വെച്ചാനെ? എന്തായാലും കൊള്ളാം. റെഡ് ഫോക്സ് ഒരു നൈറ്റ് ബോട്ടിന് വയ്ക്കാനാ? നൈറ്റ് ബോട്ടിന് നമുക്ക് വേണ്ട മുത്തേ. മറ്റേ സ്ട്രീം ലാമ്പിൽ വയ്ക്കണ ആ സംഭവമില്ലടാ മുത്തേ. അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ എന്തായാലും വേണ്ട വെച്ചാനെ. മോഡറേറ്റർ ഉണ്ടല്ലോ, അവൻ നോക്കട്ടെ. അത് തന്നെ. റോബോട്ടിനേക്കാളും തൽക്കാലത്തിൽ നമുക്ക് മനുഷ്യനെ നമ്പാം. അത് തന്നെ അല്ലേ എന്തിനു പറയും. കൊള്ളാം അല്ലേ സ്ഥലം? എടാ മറ്റേ അവൻ പോയാ? അക്കോമാനെ പോയാ മച്ചാനെ? എവിടെയാ? എടാ നീ കൂടെ വരണം, അല്ലാതെ എന്നെ പറയല് കൈ. സീരിയസ്ലി നീ കൂടെ വരാതെ എവിടെയാണെന്ന് വെച്ചാൽ ലൈവ് നോക്ക്. അല്ല ഞാൻ ഇവിടെ വന്നിട്ട് നിനക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്ത് റോഡിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാ? ഇതാര് വെള്ളമായിട്ട് നിൽക്കണത്? ഇതാര്? ഇത് കാറാ? ജിമ്മിന്ന് പറഞ്ഞാടാ നേരെ ഇങ്ങോട്ട് പോവാം. പിന്നെ തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് പോകണം. അത് ഇത്തിരി മെനക്കേടാണ്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പോകും. അത് തന്നെ. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് റോഡിന് നിൽക്കേണ്ടി വരും. കാരണം വെച്ചാൽ കാറില്ലാതെ നമുക്ക് എടുക്കത്തില്ല. അതിലൊട്ട പറയല്ലേ. പക്ഷേ കാറിൻ്റെ അവിടെ വരെ തിരിച്ച് നടന്നു പോവാം. ആ സെറ്റാണേ വെച്ചാൽ വന്നോടാ, നീ വന്നോ. മിന്നൽ വെച്ചാനെ നമ്മളെ ചാനലിനി മോഡാക്കുമെന്ന് ചോദിക്കണവർക്കുള്ള റിപ്ലൈ നീ കൊടുത്തേക്കണേ വെച്ചാനെ. ഓക്കെ, പറഞ്ഞ് വയ്യാതാടാ. ഇവിടെ വലിയ കാര്യമായിട്ടിരിക്കുമ്പോഴേ എടാ പലപ്പോഴും പല ആൾക്കാരാണ് കൂടെ ഉള്ളത് കേട്ടാ. സത്യം പറയാല്ലേ. എന്തായാലും അറിഞ്ഞോളൂ, എന്തായാലും നോക്കാം. എടാ 8 പേരെ റൂമിലുള്ളു. മലയാളി ഇതാറാ. എടാ സി എഴുതി വെച്ചിട്ട് ABCD സി എഴുതി വെച്ചിട്ട് ഒരു നക്ഷത്രം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞോളാം. ക്ലാൻ്റെ പേര് അങ്ങനെ വേണം. സീരിയസ്ലി ആയിട്ടുണ്ട് ഞോമത്തെ, സത്യമായിട്ട് അറിഞ്ഞോളത്തോണ്ടാണ്. അഴിഞ്ഞാട്ടം കൊലത്തൂക്കിൻ അഴിഞ്ഞാട്ടം. ഞാനെത്തി. വെൽക്കം. അക്കോമാൻ എത്തിയിട്ടുണ്ടേ മുത്തേ. സീരിയസ്ലി ഇവിടെ നിന്നൊക്കെ ഇരുന്നാണ്. അവിടെ താഴോട്ട് മാക്സിമം പോകാൻ നോക്കാം. അയ്യോ വേണ്ട. താഴോട്ട് മാക്സിമം പോകാൻ നോക്കിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വേൾഡിൻ്റെ അടിക്കും. അപ്പോൾ എൻ്റെ കാറിൻ്റെ അവിടെ ഞാൻ പോയിട്ട് സീനാണ്. അപ്പോൾ ഇത്ര മതി. നമ്മൾ ഇന്ന് താഴോട്ട് പോയാൽ നമ്മൾ പ്രശ്നമാകും. ഓക്കെ ഗൈസ്, അങ്ങനെ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തിരിച്ച് കടക്കാം. തിരിച്ച് ഇനി കാറിനെ കട്ട് പോവാം. താഴെ ഇറങ്ങത്തില്ല. നമ്മൾ ഒരുപാട് തവണ നോക്കിയിട്ടുള്ളതാണ്. അങ്ങോട്ട് വെച്ച് പിടിക്കാം. ഇനി തിരിച്ചത്രയും പോകേണ്ടതെന്നാണ്. എന്തായാലും കുഴപ്പമില്ല. ടോക്സി മലുവാസ് ജോയിന്റ്. ഓക്കെ, എല്ലാവരും വെൽക്കം. എടാ എൻ്റെ ക്യാരക്ടർ ഓടാറില്ല ഇതിലോട്ട്. നിൻ്റെ ഒട്ട ഓടൂല നീ. ഓട് ലോട്ടേൻ്റെ. എന്തായാലും നോക്കാം.
എടാ ഇപ്പം എന്താ ഇത്ര സ്ലോ മോഷൻ? നീ ആര് മുത്ത സിനിമ നടന്നാടാ? നീ ആര് സിനിമ നടന്നത്? സ്ലോ മോഷൻ നട? നീ എന്തൊരു ഗുണ്ട അടിച്ചിട്ട് നടക്കാം? എന്തിരുത് നടത്തം? ഇതൊന്നും ശരിയാവില്ല ഏട്ടല്ല. ഓർഡറാ നീ അവിടെ. നീ ഒളിമ്പിക്സിലാണെന്ന് വിചാരിച്ചത്. എനിക്ക് ഓട് മച്ചാനെ. ഇതെന്ത് ക്യാരക്ടർ ഇങ്ങനെ? ഇവിടെ ഇവന്മാരെയൊക്കെ ക്യാരക്ടറിനെ കാണണം. ഇവന്മാർക്ക് ഒലയാസിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒലയാസ് കൊടുത്ത ക്യാരക്ടേഴ്സിനെ കാണണം. എൻ്റെ മുത്ത സീരിയസ്ലി ഓട്ടപ്പന്തയത്തിൽ വരണമാരെ പോലത്തത്. സീരിയസ്ലി ഉസൈൻ ബോൾട്ടിൻ്റെ സ്പീഡുള്ളവന്മാർ. ഞാനൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ മുത്ത അനങ്ങണില്ല. ക്യാരക്ടറിന് സ്പീഡില്ല. ലൊട്ട കുഴി വീഴുമെങ്കിൽ ലൊട്ട പറയലേ കയറാൻ പറ്റണില്ല. കയറി കയറാൻ പറ്റൂടാ? ഇല്ല ഇങ്ങനെ തന്നെ നടക്കണം. അയ്യോ പോയി. കയറാൻ പറ്റൂലടാ. ഇതിപ്പോൾ ഇവിടെ എൻ്റെ കാറിൻ്റെ അവിടെ മിക്കവാറും ഞാൻ റോഡിൽ നിന്ന് നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഒന്നും പറ്റില്ല, അങ്ങനെ ചെയ്യാം. അത് തന്നെ. എന്തായാലും എനിക്കൊരു സംശയമുണ്ട്. ഗ്രാഫിക്സ് ഹൈ എന്ന് കാണിക്കണം, പക്ഷേ ഹൈ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. സത്യം പറയല്ല, എനിക്കൊരു ഡൗട്ട് കേട്ടാ. എന്തൊക്കെയാണെന്നാണ് സത്യം പറയല്ലേ. ഇത്തിരി ലൊട്ട തോന്നണ്ടാ സത്യമായിട്ട്. നിങ്ങൾക്ക് തോന്നാ ഗൈസ്? എനിക്ക് എന്തോരോ ഗ്രാഫിക്സ് ഇത്ര ഒരു ഗുഡി കിടക്കണമെന്ന് എനിക്ക് തോന്നണം. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. എടാ ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകണം തിരിച്ച് മുകളിലോട്ട്? എടാ ഗൈസ് റോഡിൽ നിർത്തി നിൽക്കിയാൽ പോരും. നിങ്ങൾക്ക് കണ്ടല്ല ഗൈസ്? സീരിയസ്ലി ഭാഗ്യം വേൾഡൻ്റെ അടിച്ചില്ല. കൊള്ളാം. എടാ നിൽക്കുക ഒരു സെക്കൻഡ്. ഞാൻ എന്തായാലും കയറാം. വണ്ടിയിലൂടെ വന്നല്ല. നിങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് പോയി നോക്കണേ. ഓക്കെ ഗൈസ്, പോയി നോക്കണേന്ന്. ഇവിടെ കൂടി ഇത് കയറായിരുന്നടാ. ഞാൻ ഇത് മണ്ടായി അല്ല എന്നാലും കണ്ട ഇങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളെ മറ്റേ അതറിഞ്ഞൂടെ അന്ന് വന്നേണ്. ഓക്കെ അത് പറ്റൂല. അപ്പോൾ എൻ്റെ കാറിൻ്റെ അവിടെ തന്നെ പോകാം. എൻ്റെ കാർ എവിടെ? അതും പോയാ. ഓക്കെ, ഇനി റോഡിൽ വരാം. എൻ്റെ ഈ അപ്പച്ചെടുത്ത് മോളിൽ ചാടിക്കയറാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മച്ചാ. ലോക്കേ കിടടാ ലോട്ടെ. മുകളിലെത്തി. ഇനി തിരിച്ച് റിവേഴ്സ് പിടിക്കണം. എടാ എന്താണെന്ന് അറിഞ്ഞോണ്ട് ഭയങ്കര നിഴലുണ്ട് കേട്ടോ. എന്നെ ലൊട്ട പറയല്ലേ ഗൈസ്, ഭയങ്കര നിഴൽ കേട്ടോ. സത്യമായിട്ടും ഭയങ്കര നിഴൽ. മൊത്തം നിഴലാണ്. നമ്മളെ ക്യാരക്ടർ തന്നെ കാണാൻ പറ്റില്ല മൊത്തം. സീരിയസ്ലി ഇനി അപ്പച്ചട്ടി ചാടാം. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ഇന്ന മോളിൽ കയറാറുണ്ട്. അതിനുശേഷം താഴെ ഹോസ്പിറ്റലിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഇത്തിരി വട്ടം ഒരു സാധനം, അതിലോട്ട് കയറാം. മുത്തേ നമ്മളിത് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടേ കയറിയിരിക്കും മുത്തേ. സീരിയസ്ലി ഇറ്റ്സ് മീ ബ്രോ, ഇറ്റ് വാസ് ബ്രോ, സീരിയസ്ലി. ഞാൻ പെട്ടെന്നാ എനിക്ക് സത്യം എടാ മച്ചാ, എങ്ങനെയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കുക വെച്ചാൽ എല്ലാം പറ്റില്ല. അവനാൽ എടുത്തോണ്ട് വാടാ മച്ചാമാരെ. ഞാൻ എവിടെ ഇരിക്കണം? എൻ്റെ കൂടുള്ളമാരൊന്നും കാണാനില്ല. ഇടയ്ക്ക് മാത്രം 1-2 പേര് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് അപ്രതീക്ഷയോ. സത്യമായിട്ട് മനസ്സിലായില്ലേ മച്ചാ? സീരിയസ്ലി മുത്തേ. വണ്ടി എത്തി അഴുക്കായാലേ കഴിവണമെങ്കിൽ അങ്ങ് പോകണം. പിന്നെ എൻ്റെ പട്ടി മാത്രം ഇതുവരെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ. പിന്നെ ഞാൻ പോണേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ സൈഡ് ചരിച്ചൊക്കെ എടുത്തോളാം. അപ്പോൾ കുഴപ്പമില്ല. ഒട്ട നടക്കൂല മുത്തേ നമ്മളെടുത്ത്. സീരിയസ്ലി ഇറ്റ്സ് മീ ബ്രോ, ഇറ്റ്സ് മീ. ഇടയിൽ നല്ല ഫോട്ടോകൾ വെച്ച് നമ്മൾ അത്യാവശ്യം വീഡിയോ ഇടും കേട്ടോ ഗൈസ്. വീഡിയോ ആയിട്ട് ഇടുമ്പോഴേ സെറ്റാക്കാം. കൊലത്തൂക്കിൻ അഴിഞ്ഞാട്ടം. തേർട്ട് പോകാൻ തിരിച്ച് ചാടി നമ്മൾ വീഴും. ചുമ്മാ എന്തിനാണ് നമ്മൾ വണ്ടീനെ വേൾഡൻ്റ് ആക്കണത്? ചുമ്മാ എന്തിനാണ് നമ്മുടെ വണ്ടീനെ കൊണ്ട് ഇതാക്കണത്? ലോട്ട് അടിപ്പിക്കണത്. താഴോട്ട് തന്നെ ചാടാൻ തിരിച്ച് വണ്ടി ഓടിച്ച് കയറിയാൽ പോരെ. അത് തന്നെ സൂയി മുത്തേ. എടാ CPM 2 ഇവിടെ ആദ്യമായിട്ട് ചാടിയാണ് നൈസ് മുത്തേ. മറ്റേ മെക്ലാരും വെച്ച് എൻ്റെ മുത്തേ ഫസ്റ്റ് ടൈം ഈ സ്ഥലത്ത് ഞാൻ ചാടിയത് ഈ ഒരു അപ്പച്ചട്ടിൻ്റെ മുകളിൽ. അതൊരു W മൊമെൻ്റ് ആയിരുന്നു മുത്തേ, പറയാണ്ടിരിക്കാൻ വയ്യ. എടാ അല്ലെങ്കിൽ ഇത് കയറിയിട്ട് അങ്ങോട്ട് പോയാലാ അതെന്തായാലും നല്ല ടൈം എടുക്കും. പാട്ട് കൊള്ളാം നോക്കണം വെച്ചാൽ. ഇങ്ങോട്ട് കയറാം. ഇവിടെ കയറി കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് മറ്റേ പോവാം. പോയിട്ട് എന്തായാലും ഈ സ്ഥലത്ത് തന്നെ അവസാനം എത്തണത്. കറങ്ങി മനസ്സിലായില്ലേ? നമ്പി മറമിറപ്പൂണാണം നാണേണാണോ, മറത്തേ നമ്പി പൂവിറപ്പൂണാണം നാണേണാണോ, പൂവേ നമ്പി ലൊട്ട ഇറുപ്പൂ. എടാ ലൊട്ട ഇടിക്കാൻ എന്താ കുറേ ഉണ്ട്. അവിടെ തട്ടണം ഇവിടെ തട്ടണം എന്ത് ലൊട്ട വളയൂലി വണ്ടി. ഇതെന്തോന്ന് കഷ്ടം. എടാ എന്താണെന്നാണ് അവിടെ തട്ടണം. ഞാൻ ശ്രദ്ധിക്കണം വിചാരിച്ചടാ. വണ്ടി കൊള്ളാല, നീ ആള് കൊള്ളാല. നീ എന്തിങ്ങനെ അയ്യാ ലൊട്ടെ. വണ്ടിയിലാണ് പറഞ്ഞ അണ്ണനെന്നും പറയില്ല. അണ്ണ നമ്മളെ സ്വത്താണ് മുത്താണ്. മനസ്സിലായില്ലേ സംഭവത്തെ പറ്റി? പാട്ടൊക്കെ ഉണ്ടല്ലേ. സ്വത്താണിത് മുത്താണിത് ഹൊയ്യ. എടാ എല്ലാവരും വേണേ വന്ന അവസാനം പിക്ക് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ചെന്ന് എൻ്റെ അടുത്ത് ലൊട്ട പറഞ്ഞില്ല. നിങ്ങൾ വേണേ പറഞ്ഞേ സ്പീഡിൽ. നിങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് വരണം. സീരിയസ്ലി
ഗ്രാഫിക്സ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്, ആയിരിക്കും. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നല്ല വെളിയിലോട്ട് നോക്കിക്കുമ്പോൾ ഒരു പിക്കം എടുക്കുക, സെറ്റായിരിക്കും. മനസ്സിലായില്ലേ? W ആയിരിക്കും. ലീസ് ഗോ ബ്രോ, ലീസ് ഗോ. ബബ്ബ സോങ് അല്ലേ എന്നാ, ബബ്ബ സോങ് അല്ലേ എന്നാ ഏറാ വെച്ച് ഏത് ഇപ്പോൾ പാടിയതാ മണ്ണേ നമ്പി വേറെ ഡബ്സി വേണല്ലേടാ. ഏത് പടത്തിലാണ്, ഏതൊരു പടത്തിലാണ് മണ്ണിനെയൊക്കെ നമ്പണമെങ്കിൽ പടമായിരിക്കും. ഇതിൽ മുണ്ടില്ലായിരുന്നില്ലേ? മുണ്ടൊക്കെ എടുത്ത് വെച്ച് ആട്ടിയിട്ട് മനസ്സിലായി ഒലത്തൂക്ക് പാടായിരുന്നു, മറ്റേ അഴിഞ്ഞാട്ടം പാടായിരുന്നു. ഇത് മുണ്ടില്ല, പാൻറ്റേ ഉള്ളു. ആ പാൻറ്റ് വെച്ച് വേണേൽ പാടാമില്ലേ? അവർ പാൻറ്റ് വെച്ചാണ് പാടുന്നത്. ഇല്ലത്തെ പാട്ടെടുത്തില്ല, ഇല്ലേ ഒട്ട കോപ്പി റൈറ്റ് ആയനെ. മനസ്സിലായില്ലേ? ചേട്ടൻ അഴിഞ്ഞാട്ട് ഇട്ടാൽ കോപ്പി റൈറ്റ് ഇടാം മുത്തേ. മനസ്സിലായില്ലേ? സീരിയസ്ലി എൽ നടക്കും മുത്തേ, എൽ നടക്കും. മനസ്സിലായില്ലേ? ഇതാണ് അവിടെ. ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ സ്ഥലം മൊത്തം ചുറ്റി കാണാം. ഇതാരി? മിക്കവാറും അവനായിരിക്കും. മിക്കവാറും അക്കമാനായിരിക്കേ മുത്ത. ഇത് കണ്ട ഫുൾ ഇലക്ട്രിക് വണ്ടി മുത്തേ. സീരിയസ്ലി അല്ല, ഇലക്ട്രിക് വയറുകളാണ് കണ്ട. ഇതെന്തോന്നിത്? ഇതിന് മാത്രം എന്തിനാണ് ഇത്രയും വയറുകൾ? ഈ സ്ഥലം നിങ്ങൾ നോക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പുണ്ടല്ലോ ഈ മല, ഇവിടെ കയറാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കയറിയിട്ടൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ കയറണമെന്ന് വിചാരിച്ചിട്ടാണ്, കയറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ തിരിച്ച് അത്രയും ദൂരം കറങ്ങി ഇവിടെ വീണ്ടും വരാൻ പോവുകയാണ്. ഇവിടെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് താഴോട്ട് ചാടും. അതിന് മുന്നേ എന്തായാലും ഇവിടെ ഒന്ന് കയറിയാണ്, മറ്റേ നല്ല സമയം എടുക്കും എന്നുള്ളതുകൊണ്ട്. ഓക്കെ ഗൈസ്, മോണിറ്റൈസ് ആയ കോപ്പിറൈറ്റ് മാറ്റാൻ പറ്റൂ. നോ സീൻ പാട്ടിട്ടാ വൈബാക്കാന്നാ. അത് സെറ്റാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പാട്ടിടാൻ പോയാൽ ചിലപ്പം ഓട്ടോമാറ്റിക്കലി റൂമിൽ നിന്ന് ബാക്കായി പോകും. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു സിംഗിൾ റൂമിൽ നിന്ന് പോകാൻ പാടില്ല. കാരണം വെച്ചാൽ ഈ സിംഗിൾ റൂം ഫുൾ അതിൻ്റെ അകത്ത് നല്ല വൈബാക്കാനുള്ള. മനസ്സിലായില്ലേ? ഒരു റൂം ട്രിപ്പാണ്, ഒരു റൂമിൻ്റെ അകത്ത് നിന്ന് ഡെസേർട്ട് ട്രിപ്പാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല ഞാൻ മുന്നേ ഒരു പാട്ടെങ്കിലും എടുത്തിട്ട് സെറ്റാക്കിയാണ്. എക്സ്പോർട്ട് വൈറ്റി ആണ് പറയുന്നത്. ഓക്കേടാ വെച്ചാൽ നീ ആയിരുന്നല്ലേ? ഓക്കെ. നീ നേരത്തെ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയെന്നാ കണ്ടല്ലേ? ലീവെന്ന് കണ്ടല്ല, റൂമിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചെന്നാ കണ്ടായിരുന്നല്ലോ വെച്ചാൽ. എന്തായാലും നോക്കട്ടെ, നമ്മൾ രണ്ട് പിക്ക് എടുക്കാം. രാജുഭായ് വന്നാ സീനാവും. അങ്ങനെ പാട്ടുണ്ടല്ലോ എന്തിന് ഇന്നേക്ക് വന്നാ ഒരു സീനാവുന്ന വാട്ടിൽ ഒട്ട. ഇപ്പോൾ പെട്ടെന്ന് കേൾക്കാത്തതുകൊണ്ട് വഴിയെന്ന് പറഞ്ഞൂടാ. നെറ്റ് ഷൂന്നാ? ഓക്കെ മച്ചാ. ഓക്കെ. ഇൻ ദ മാൻ റൈറ്റ് നൗ. ആ പാട്ടല്ലേ? ഇൻ ദ മാൻ റൈറ്റ് നൗ. രാജുഭായ് വന്ന സീനോ? അങ്ങനത്തെ പാട്ടില്ലേ മൊത്തേ? അഞ്ചാം സോങ് സീരിയസ്ലി മൊത്തേ? ഇൻ ദ മാൻ്റെ പാട്ടാണോ? ഇൻ ദ മാൻ റൈറ്റ് നൗ. അങ്ങനൊരു പാട്ടില്ലടാ. കണ്ണാലെ പാത്ത സീനാവും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. സീരിയസ്ലി മച്ചി, കണ്ണാലെ പാത്ത സീനാവും കേട്ടോ. രാജുഭായ് വാക്കാത്ത ഈർക്കലെ വെച്ചാണ് പറഞ്ഞത്. സീനാക്കിയാൽ മൊത്തം സീരിയസ്ലി. ബ്രോസ് PC CPM കളിക്കാൻ പാടാ മച്ചി. മൊബൈലുണ്ടേ അത് കളിച്ചാൽ പോരെ? മൊബൈലായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ BGMI കളിക്കണവരാദ്യം PC ഈ മൊബൈലിൻ്റെ ഒരു സംഭവം എടുത്ത് വെച്ച് കണക്റ്റ് ആക്കും. എന്നിട്ട് അവർ മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പോൾ PC സംഭവം കാണാനും പറ്റും, മൊബൈലിൽ ഇതാവും ചെയ്യും. മനസ്സിലായി? സ്ട്രീം ചെയ്യണവരാണ് ഞാൻ പറഞ്ഞത്. ഓഹോ നെറ്റ് ഇഷ്യൂ ഞാൻ നേരത്തെ ഇട്ടാ. അവിടെ നിങ്ങൾ ഇവിടെ ചിലർ വരണ അപ്രതീക്ഷിച്ചപ്പോണം മൊത്തം. സത്യമായിട്ട് നമുക്ക് അറിഞ്ഞോളൂ. ഇപ്പോൾ എത്ര 12 പേരുണ്ട്. ഓക്കെ ഗൈസ്, ഇതുവരെ നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ പോയോളൂ. നല്ല ടൈം എടുക്കും മൊത്തം സീരിയസ്ലി. എന്തായാലും നോക്കാം. താഴെ ഇറങ്ങാം. അതിൻ്റെ താഴെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങാം. അവിടെ എല്ലാവരും വന്ന് ഗ്യാങ് ആയിട്ട് വരിയായിട്ട് നിൽക്കും മച്ചാന്മാരെ. കണ്ടോ? നൈസായിരിക്കും. ഇതെന്തോന്നാടാ? കമന്നടിച്ച് വീണ്ട ഒരുത്തായി മൂടിടിച്ച് വേണം മുത്ത സീരിയസ്ലി. എന്തായാലും കൊള്ളാം. എല്ലാവരും എന്തോ ഒട്ടി ഒരു മിക്കണത്തി ഗ്യാപ്പ് ഇട്ടേക്ക് എന്തൊരു നിൽക്ക് ലോട്ടാക്കി ഇവിടെ നിന്നെ പോണ നീ എൻ്റെ ലോട്ട. തിരിഞ്ഞോട്ടിക്കല്ലേ ഇവിടെ ഡാൻസ് കളിക്കാം. വെയിറ്റ് ആക്കും, ഞാൻ എൻ്റെ പിക്ക് എടുത്തോട്ട്. നമ്മൾ വന്നിട്ട് പിന്നെ പിക്ക് എടുക്കാൻ പോയാ ഇതാരി ഗ്യാപ്പ് കറുതോ ഗ്യാപ്പ് എടാ അങ്ങോട്ട് നിൽക്കടാ. എന്തായത് നിൽക്കാൻ സമ്മതിക്കൂലേ? ഓക്കെ സെറ്റ് അനങ്ങല്ലേ നമ്മൾ നല്ല പിക്ക് എടുക്കാൻ നിൽക്കണം. ലോട്ടടിപ്പിക്കില്ലേ മൊത്തം എത്രയുള്ളൂ. എടാ കീ ഹൈഡ് പോയിട്ടോ നിൻ്റെ ബ്ലൂ സ്റ്റാറൊക്കെ ഒന്നല്ലേ? നമ്മളിത് ഓഫാക്കിയിട്ടുണ്ട് കണ്ടില്ലായിരുന്നു. ഓക്കെ മച്ചാ. ബ്ലൂ സ്റ്റാർ ഒന്നടാ. ബ്ലൂ സ്റ്റാർ മുമ്പൊക്കെ വന്നിട്ടുള്ളൂ എനിക്കറിയാം. ഇത് നോക്കട്ടെ. സിംഗിൾ അനിമേഷനായി ഇടാൻ പറ്റൂലേ ഇതെന്തിലോട്ടാ? എടം താഴെ ഇറങ്ങത്തുണ്ടോ? ഇല്ല താഴോട്ട് ചാടാൻ പറ്റൂല. കൊള്ളാം അല്ലേ ഗൈസ് സ്ഥലം?
നൈസായിട്ടുണ്ട്. എടാ നമുക്ക് എന്തായാലും എൻ്റെ മോളിൽ കയറാം. എൻ്റെ മോളിൽ കയറിയിട്ട് അടുത്ത പരിപാടി മൊത്തം സീരിയസ്ലി